കൂട്ടുകാർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ വീഡിയോയിൽ നാം നോക്കാൻ പോകുന്നത് കേരളത്തിനുള്ളിൽ ജൂതന്മാർ എങ്ങനെ വന്നു എന്നതിനെ കുറിച്ചിട്ടാണ്. കേരള തീരങ്ങളിലെ ജൂത സാന്നിധ്യത്തെക്കുറിച്ച് വ്യത്യസ്ത പതിപ്പുകളുണ്ട്. ആദ്യകാല പതിപ്പ് പറയുന്നത് അവർ സോളമൻ രാജാവിൻ്റെ കപ്പലുകളിലാണ് ഇവിടെ സഞ്ചരിച്ചതെന്ന്. മറ്റു ചിലർ ബാബിലോണിയൻ പ്രവാസകാലത്ത് വന്നതാണെന്ന് പറയുന്നു. മറ്റു ചിലർ രണ്ടാം ക്ഷേത്രത്തിൻ്റെ നാശത്തിനു ശേഷം അവർ മലബാറിലേക്ക് പലായനം ചെയ്തുവെന്ന് പറയുന്നു. എന്നാൽ മറ്റു ചിലർ 4-ാം നൂറ്റാണ്ടിൽ മജോർക്കയിൽ നിന്നുള്ള കുടിയേറ്റത്തെ പരാമർശിക്കുന്നു. ഈ കഥകളിൽ ഭൂരിഭാഗവും കൊച്ചിയുടെ വടക്ക് ഭാഗത്തുള്ള പുരാതന വ്യാപാര കേന്ദ്രത്തിലെ ഒരു ജൂത സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ ചുറ്റിപ്പറ്റിയാണ്. കേരളത്തിലെ ജൂത സമൂഹത്തിൻ്റെ ഏറ്റവും പഴക്കമേറിയ രേഖാമൂലമുള്ള തെളിവ് AD 1000 മുതലാണ്. ജോസഫ് റെബാൻ എന്ന ജൂത നേതാവിന് ക്രാങ്കണ്ണൂരിലെ ഹിന്ദു ഭരണാധികാരിയിൽ നിന്ന് കൊത്തിയെടുത്ത ഒരു കൂട്ടം ചെമ്പ് തകിടുകൾ ലഭിച്ചു. കൊച്ചിൻ പരദേശി സിനഗോഗിൽ ഇപ്പോഴും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ തകിടുകൾ നികുതി അടയ്ക്കുന്നതിൽ നിന്നുള്ള ഇളവ്, ചുങ്കം പിരിക്കാനുള്ള അവകാശം, ഉയർന്ന ആചാരപരമായ പദവിയുമായി ബന്ധപ്പെട്ട പ്രത്യേക വിളക്കുകൾ, കുടകൾ, ഡ്രംസ്, കാഹളം എന്നിവ ഉപയോഗിക്കുന്നതിൻ്റെ ബഹുമാനം എന്നിവ ഉൾപ്പെടെയുള്ള സാമ്പത്തികവും ആചാരപരവുമായ പദവികളെ പട്ടികപ്പെടുത്തുന്നു. ഈ സമയമായപ്പോഴേക്കും ജൂതന്മാർ ഈ പ്രദേശത്ത് ഉറച്ചുനിന്നു. 1341 ഒരു വെള്ളപ്പൊക്കം തീരപ്രദേശം മാറ്റി. ക്രാങ്കണ്ണൂരിൽ മണ്ണ് നിറയുകയും കൊച്ചിയിൽ ഒരു പുതിയ തുറമുഖം തുറക്കുകയും ചെയ്തു. അങ്ങനെ ജൂതന്മാർ ഷിംഗ്ലിയിലെ അവയുടെ പുരാതന വാസസ്ഥലം വിടാൻ തുടങ്ങി. 1492 അൽഹംബ്ര ഉത്തരവ് പ്രകാരം ഐബീരിയയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനു ശേഷം 16-ാം നൂറ്റാണ്ടിൽ ജൂതന്മാരുടെ ഏതാനും കുടുംബങ്ങൾ കൊച്ചിയിലേക്ക് കുടിയേറി. അവർ പരദേശി ജൂതന്മാർ അല്ലെങ്കിൽ വിദേശി ജൂതന്മാർ എന്നറിയപ്പെടുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബാഗ്ദാദി എന്നറിയപ്പെട്ട ഏതാനും അറബി സംസാരിക്കുന്ന ജൂതന്മാരും ദക്ഷിണ ഇന്ത്യയിലേക്ക് കുടിയേറി പരദേശി സമൂഹത്തിൽ ചേർന്നു. അവർ മലയാള ഭാഷ സ്വീകരിക്കുകയും കേരള ആചാരങ്ങളിലും പാരമ്പര്യങ്ങളിലും ആവേശത്തോടെ താതാത്മ്യം പ്രാപിക്കുകയും ചെയ്തു. എന്നാൽ ഒരു ഘട്ടത്തിൽ അവർക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരെ വിവാഹം കഴിക്കുന്നത് അവർ നിർത്തി. ലിഖിത വിവരണങ്ങളിൽ പരദേശികളെ പലപ്പോഴും വെളുത്ത ജൂതന്മാർ എന്നും കൂടുതൽ പുരാതന മലബാറി സമൂഹങ്ങളെ കറുത്ത ജൂതന്മാർ എന്നും വിളിച്ചിരുന്നു. എന്നിരുന്നാലും ചർമ്മത്തിൻ്റെ നിറത്തിൻ്റെ കാര്യത്തിൽ അവർക്കിടയിൽ എല്ലായ്പ്പോഴും വ്യക്തമായ വ്യത്യാസമില്ല. കൊച്ചിയുടെ പ്രാന്തപ്രദേശമായ മട്ടാഞ്ചേരി ജൂത പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന പരദേശി സിനഗോഗ് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു ചരിത്ര സ്ഥലമാണ്. AD 1568 സാമുവേൽ കാസ്റ്റിയൽ, ഡേവിഡ് ബലീല, ജോസഫ് ലേവി എന്നിവർ കൊച്ചിയിലെ അഭിവൃദ്ധി പ്രാപിച്ച പരദേശി ജൂത സമൂഹത്തിനായി ഇത് നിർമ്മിച്ചു. കോമൺവെൽത്ത് ഓഫ് നേഷനിലെ പഴയ പഴക്കമുള്ള സജീവമായ സിനഗോഗാണിത്. 18-ാം നൂറ്റാണ്ടോടെ കേരളത്തിലെ 5 വ്യത്യസ്ത പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമായി 8 സിനഗോഗുകൾ ഉണ്ടായിരുന്നു. പരൂർ ഒഴികെയുള്ളവയെല്ലാം കൊച്ചി രാജ്യത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ കൊച്ചി ജൂതന്മാർ എന്ന പദം ഒടുവിൽ എല്ലാ കേരള ജൂതന്മാർക്കും ബാധകമായി. പോർച്ചുഗീസ് കൊളോണിയൽ ഭരണം ദക്ഷിണേന്ത്യയിലെ എല്ലാ ന്യൂനപക്ഷ സമൂഹങ്ങൾക്കും ദുരിതം വരുത്തിവെച്ചു. മലബാറിനും പടിഞ്ഞാറിനും ഇടയിലുള്ള വ്യാപാരത്തിൻ്റെ കുത്തക പോർച്ചുഗീസുകാർ അവസാനിപ്പിച്ചപ്പോൾ മുസ്ലിങ്ങളുടെ സാമ്പത്തിക ശക്തി കുറഞ്ഞു. സിറിയൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തു. ഇത് നിരവധി കേരള ക്രിസ്ത്യാനികളിൽ റോമൻ കത്തോലിക്ക മതം അടിച്ചേൽപ്പിച്ചു. കൊച്ചി മഹാരാജാവ് തൻ്റെ ഭരണത്തിന് കീഴിലുള്ള ജൂതന്മാരെ സംരക്ഷിച്ചു. എന്നാൽ ജൂതമതം വീണ്ടെടുക്കുവാൻ ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത പുതിയ ക്രിസ്ത്യാനികളെ ഇൻക്വിസിഷൻ ഭയപ്പെടുത്തി. 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. അവർ മലബാർ വിടുന്നതിന് തൊട്ടു മുൻപ് പരദേശി സിനഗോഗും നിരവധി ജൂത വീടുകളും തീയിട്ടു. ഡച്ച് ഭരണകാലത്ത് മലബാറിലെ ജൂതന്മാരുടെ നില മെച്ചപ്പെട്ടു. 1950കളുടെ മധ്യത്തിൽ മലബാർ ജൂതന്മാരിൽ ഭൂരിഭാഗവും കേരളത്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് കുടിയേറി. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കൊച്ചി ജൂതന്മാർ പ്രധാനമായും മലബാർ തീരത്ത് താമസിച്ചിരുന്ന പട്ടണങ്ങളിൽ ചെറുകിട വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നു. മുട്ട, വിനാഗിരി തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളിൽ അവർ പലപ്പോഴും വ്യാപാരം നടത്തിയിരുന്നു.
എന്നിരുന്നാലും അവർ വളരെ അപൂർവമായി മാത്രമേ വിളകൾ വളർത്തിയിരുന്നുള്ളൂ. ആദ്യകാല നൂറ്റാണ്ടുകളിൽ കൊച്ചു ജൂതന്മാർ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നു. എന്നിരുന്നാലും 20-ാം നൂറ്റാണ്ടോടെ വ്യാപാരം കൂടുതൽ പ്രാദേശികമായിരുന്നു. അതിൽ അച്ചടിശാലയും സോഡ ഫാക്ടറിയിലും ജോലി ചെയ്യുന്നതും ഉൾപ്പെടുന്നു. കേരള ജൂതന്മാരെക്കുറിച്ച് എഴുതിയിട്ടുള്ളതിൽ ഭൂരിഭാഗവും ഇന്ത്യയിലെ അവരുടെ 2000 വർഷത്തെ മഹത്തായ ചരിത്രത്തെ കേന്ദ്രീകരിക്കുന്നു. അത് ഇപ്പോൾ അവസാനിക്കുകയാണ്. ആ ചരിത്രം തീർച്ചയായും അഭിമാനകരമായ ഒരു ഓർമ്മയാണ്. പക്ഷേ ജൂതന്മാർ കേരളം വിട്ടുപോയപ്പോൾ അവരുടെ സംസ്കാരം അവസാനിച്ചില്ല.